ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒരു വാക്ക് പോലും പറയാതെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയി. ഇപ്പോൾ ഈ വ്യക്തി ഒറ്റക്കാണ്. ഈ സംഭവത്തിന്റെ കാരണം ഈ റീഡിങ്ങിൽ ഉണ്ട്. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 6 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയുവാനുള്ളത്? കാരണം തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു കാരണം പോലും, ഒരു ശരാശരി ഒരു റീസൺ പോലും നിങ്ങളുടെ അടുത്ത് പറയാതെയാണ് ഈ പേഴ്സൺ അകന്നു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിച്ച ആൾക്കാർക്കായിരിക്കും ഈ റീഡിംഗ് കാണുകയാണെങ്കിൽ കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഫസ്റ്റ് എനർജി തന്നെ ഈ പേഴ്സൺ അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ എന്താണ്, ഈ വ്യക്തിക്ക് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? അതായത് നിങ്ങളിൽ നിന്നും അകന്നു പോയി, ഒരുപക്ഷെ ഒരു ക്ലാരിഫിക്കേഷനും പറയാതെ, ഒരു കാരണവും പറയാതെ, ഒന്നും പറയാതെ പെട്ടെന്ന് ഒരു ദിവസം ബ്ലോക്ക് ആക്കിയിട്ട് പോയി. എന്താണ് ഏതാണെന്ന് നിങ്ങൾക്കും അറിയില്ല, ഐ മീൻ ഒരു ഐഡിയയും ഇല്ല. അപ്പൊ ഈ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റീസണേറ്റ് ആവും. നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് പറയുവാനുള്ളത്? യെസ്, ഫെദർ, തിങ്ക് ഫസ്റ്റ് ബിഫോർ യു ജഡ്ജ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പലവരും ഈ പേഴ്സണിട്ട് പണിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളെ കുറിച്ചിട്ടുള്ള, ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങളെ കുറിച്ചിട്ടുള്ള പല രീതിയിലുള്ള തെറ്റായ ഇൻഫോർമേഷൻ, തെറ്റായിട്ടുള്ള, നമ്മൾ ഗോസിപ്പ് എന്നൊക്കെ പറയില്ലേ, പരദൂഷണം, ഗോസിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അത് നിങ്ങളെ കുറിച്ച്, അത് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. നിങ്ങൾ മനസാവാച അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ, അത് ഗോസിപ്പാണ്, റൂമറാണ്. പക്ഷെ അത് ഈ പേഴ്സണ് ലഭിച്ചതായിട്ട് കാണിക്കുന്നു മറ്റുള്ളവർ വഴി. അത് ഈ പേഴ്സൺ അങ്ങനെ തന്നെ വിശ്വസിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ ആഴ്ചകളായിട്ടോ ദിവസങ്ങളായിട്ടോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും. സോ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു ഗോസിപ്പ് വന്നപ്പം ഈ പേഴ്സൺ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കണമായിരുന്നു, അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കണമായിരുന്നു, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഈ പേഴ്സൺ ചെയ്തില്ല എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ വളരെയധികം എടുത്തുചാട്ടക്കാരനായിട്ട് കാണിക്കുന്നു. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, വളരെയധികം എടുത്തുചാട്ടമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. തൊട്ടേതിനും പിടിച്ചതിനും ഒക്കെ എടുത്തു ചാടും. അത് പ്രവർത്തിക്കുകയും ചെയ്യും, പ്രതികരിക്കും, ദേഷ്യപ്പെടും. എന്താണെങ്കിൽ പോലും ഓൺ ദ സ്പോട്ടിലായിരിക്കും, അപ്പൊ തന്നെ ആയിരിക്കും ഈ പേഴ്സൺ അത് പ്രതികരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. അതിപ്പോ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ വേറെ കണക്ഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സണ് ഒരു കണക്ഷനും മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അതിന് കുറ്റം പറയുന്നത് അല്ലെങ്കിൽ കാരണമാക്കുന്നത് മറ്റുള്ളവരോടാണ്. മറ്റുള്ളവരെയാണ് ഈ പേഴ്സൺ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. മറ്റുള്ളവര് കാരണമാണ്, അല്ലെങ്കിൽ അവൻ കാരണമാണ്, ഇവള് കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. ഈ ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഇത് സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള, സ്വന്തം തെറ്റ്, അത് തെറ്റാണ്, എനിക്ക് പറ്റിയത് തെറ്റാണ്, ഞാനത് തിരുത്താൻ ബാധ്യസ്ഥയാണ്, ആ ഒരു മനോഭാവം ഈ വ്യക്തിക്കില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഇതൊരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ എന്ന് പോലും തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഈ പേഴ്സൺ ആക്ച്വലി പാവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സുകൊണ്ടൊക്കെ വളരെ പാവമാണ്, വളരെ ലോല ഹൃദയനാണ്, വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടും, അതുപോലെ തന്നെ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും, ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്.
മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറമെ വേറെ എക്സ്പ്രസ് ചെയ്യാൻ ഇവരെ കൊണ്ട് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ എടുത്തുചാട്ടം അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഷൗട്ട് ചെയ്യാനും പ്രതികരിക്കാനൊക്കെയുള്ള പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ കൂടെയുള്ള കണക്ഷൻസ്, അത് ഏത് കണക്ഷനും ആയിക്കോട്ടെ, അത് വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സന്റെ അടുത്ത് നിന്നും ഇല്ലാതായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിനും ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നും ഈ പേഴ്സന്റെ ഭാഗത്തല്ല തെറ്റ്, ഈ പേഴ്സന്റെ ഭാഗത്ത് തെറ്റേയില്ല, ഈ പേഴ്സൺ ചെയ്തതാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സണ് വന്നിരിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത്. ഒരാളെ കുറിച്ചിട്ട് ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക, അതിനുശേഷം അതിന് നേരെയുള്ള ആക്ഷൻ എടുക്കുക, തീരുമാനിക്കുക. ആ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും കൂടി നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ഈ പേഴ്സണ് ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ മാറ്റി നിർത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മതിയായിട്ടാണ് ഈ പേഴ്സണിൽ നിന്നും അകന്നു നിൽക്കുമെന്ന് ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം എന്തൊക്കെ സംഭവിച്ചാലും ഈ വ്യക്തിയുടെ വാലായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് അബദ്ധം പറ്റിപ്പോയി. കാരണം നിങ്ങൾക്കാണെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് മതിയായിട്ടുണ്ടാകാം ഈ പേഴ്സന്റെ ഈ എടുത്തുചാട്ടം കാരണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മാറി നിൽക്കുകയാണ്. ഈ പേഴ്സൺ പല പാഠങ്ങളും പഠിക്കട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ നിങ്ങളുടെ ഈ മാറി നിൽക്കുന്നത് ഈ പേഴ്സണ് അംഗീകരിക്കാൻ പറ്റുന്നില്ല, മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആദ്യം കേട്ട കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്നും കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കരുതെന്നും എടുത്തു ചാടരുതെന്നും ഉള്ള ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു എനർജിയാണ്, ഏറ്റവും വലിയൊരു പാഠം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. സെർവിറ്റ്യൂഡ് ആണ് കിട്ടിയിട്ടുള്ളത്, ലോസ് ഓഫ് പവർ ഓഫ് കൺട്രോൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അടിമത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടിമത്തമായിട്ടുള്ള എനർജിയാണ് എനിക്ക് ഈ ഒരു സെക്കൻഡ് കാർഡിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത്. ഈ അടിമത്തം എന്ന് പറയുന്നത് ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ അടിമത്തം എന്ന് പറയുന്ന ഈ ഒരു എനർജി കഴിഞ്ഞ ജന്മത്തിൽ നിന്നും ഈ പേഴ്സണെ തേടി വന്നതായിട്ട് കാണിക്കുന്നു. മുജ്ജന്മത്തില് ഒരുപക്ഷെ എല്ലാവരുടെയും ആട്ടും അല്ലെങ്കിൽ എല്ലാവരുടെയും ആ ഒരു കുറ്റപ്പെടുത്തലും ഓവർ കൺട്രോളിങ്ങും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ കൊണ്ട് പണിയൊക്കെ എടുപ്പിക്കുക, അങ്ങനെ ഒരു അടിമയെ പോലെയാണ് കഴിഞ്ഞ ജന്മത്തിൽ, അങ്ങനത്തെ ഒരു ജീവിതമായിട്ടാണ് കാണിക്കുന്നത്. അത് സ്വന്തം റിലേറ്റീവ്സ് ആയിരിക്കാം, സ്വന്തം അച്ഛനമ്മയാണെങ്കിൽ പോലും ഈ പേഴ്സണ് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുകയോ ഈ പേഴ്സണെ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ അടിമത്വം തന്നെ ഇവിടെയും ആവർത്തിച്ചു വരുന്നു, ഈ ഒരു ജന്മത്തിലും ആവർത്തിച്ചു വരുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പേഴ്സണെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അത് റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം, എക്സെട്ര ആര് വേണമെങ്കിലും ആകാം. ഇവിടെ ഈ പേഴ്സണെ മറ്റാരൊക്കെയോ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരാള് നമ്മളെ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അവരുടെ അടിമയായി പോകുന്നത്. ശരിയാണ്, കാരണം സ്വന്തമായിട്ട് തീരുമാനം എടുക്കാതെ, അഭിപ്രായം ഇല്ലാതെ, ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഒക്കെ വരുമ്പോഴാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അവരുടെ അടിമയാക്കി മാറ്റുന്നത്. അപ്പോൾ അടിമത്വം എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സൺ അമ്മയോ അച്ഛനോ ഇല്ലാതെ വളർന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കീഴ്പ്പെട്ടും അടിപ്പെട്ടും ഒക്കെ ജീവിച്ചു വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് ഈ പേഴ്സന്റെ കൺട്രോൾ അല്ലെങ്കിൽ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു അടിമത്വം കഴിഞ്ഞ ജന്മത്തിൽ നിന്നും ഈ ഒരു ജന്മത്തിലേക്കും ഈ പേഴ്സന്റെ സോളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതെന്തോ പാപത്തിന്റെ പ്രകാരം പാപം കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യവും കൂടി ആയിരിക്കാം. പക്ഷെ എന്താണെങ്കിൽ പോലും ഈ ഒരു അടിമത്തം കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ,
അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ജോലി ആയിരിക്കാം ഈ പേഴ്സൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെയധികം ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിസ്ട്രാക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ നിങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നായിരിക്കാം ഈ പേഴ്സൺ, ഈ പേഴ്സന്റെ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സഹിച്ചും സന്തോഷിച്ചും സഹതപിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും കെയർ ചെയ്തും സ്നേഹിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് വേറൊരു പേഴ്സൺ വന്ന് കയറുകയും അവരൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, നിങ്ങളുടെ ശത്രു ആയിരിക്കാം. സോ അവരുടെ ഭാഗത്തേക്ക് ഈ പേഴ്സന്റെ കംപ്ലീറ്റ് കൺട്രോളും കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാണ് കാണിക്കുന്നത്. ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിരിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്ത സമയമായിരിക്കാം. ആ ഒരു നേരത്ത് ഈ പേഴ്സണെ വേറെ ആരൊക്കെയോ കൺട്രോളിലേക്ക് ആക്കി മാറ്റി, അവരുടെ അടിമയാക്കി മാറ്റി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അടിമത്വം നല്ല രീതിയിൽ ഈ പേഴ്സന്റെ എനർജിയിൽ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു പാസ്റ്റ് ലൈഫ് എനർജിയും കൂടിയാണ്. അപ്പൊ അതിൽ നിന്നും ഈ പേഴ്സണിലേക്ക് ഇപ്പോഴും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് പല കണക്ഷൻസും സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവുന്നില്ല. ഓക്കെ, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചുറ്റുപാടുമുള്ള എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പേഴ്സൺ ഒറ്റക്കായിരിക്കാം, നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ടാകാം, നിങ്ങളായിട്ടുള്ള നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. സോ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ചുറ്റിനുള്ള എനർജീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ്, നമ്പർ 3 ആണ്, ഏൻഷ്യന്റ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇവിടെ ഈ ഒരു മെറ്റട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറലി ഈ ഒരു ഏഞ്ചല് ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതും ആയിരിക്കാം. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു മെറ്റട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലിന്റെ പ്രത്യേകത, കഴിഞ്ഞ ജന്മത്തിലും ഈ ഒരു ജന്മത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സോളില് എന്ത് കാര്യമാണോ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെക്കാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു ഏഞ്ചലിനെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓരോ ഏഞ്ചലിനും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു മെറ്റട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിലും ഈ ഒരു ജന്മത്തിലൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യത്തെ ഹീല് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നതാണ് ഈ ഒരു ഏഞ്ചലിന്റെ ഡ്യൂട്ടി. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അങ്ങനെ ഒരു അടിമത്വം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു അവസരം കൊടുക്കാൻ പോവുകയാണ് ഈ ഏഞ്ചൽ ചെയ്യുന്നത്. ഓക്കെ, അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അത് തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഒരു ശാപത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു അടിമത്വത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ആ ഒരു അവസരം ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു. അതിന് തീർച്ചയായിട്ടും കൺട്രോൾ നയിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു ഏഞ്ചൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ എനർജി ഏത് വൈബ്രേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ നോ കോണ്ടാക്ട് ആണ്, ബ്രേക്കപ്പ് ആണ്. അപ്പോൾ എന്താണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി ഏതൊരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏതൊരു എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹൈ പവർ ആണ്. ഹൈ പവർ എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിന്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും ഒരു നാണയത്തിന് 2 വശമുണ്ട് എന്ന് പറയുന്നത് പോലെ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം, പോസിറ്റീവ് ഉണ്ടാകാം, നെഗറ്റീവ് ഉണ്ടാകാം. ഇവിടെ നമുക്ക്
ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഇടക്കിടക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതിലൂടെ നിങ്ങൾ വിഷമിക്കുന്നു, അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടു പേരുടെയും സോളില് ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അത് തന്നെ കുറേ കാര്യങ്ങൾ ഈ ഒരു ലൈഫിലും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണിലാണ്. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കാൾ ഉപരി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള പാസ്റ്റ് ലൈഫ് എനർജികൾ റിപ്പീറ്റേഷൻ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ഹീല് ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് സാധിക്കും എന്നാണ് എനിക്കിവിടെ പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാകാം ഇതിൽ പ്രത്യേകിച്ച് പോസിറ്റീവ് ഒന്നും നടക്കുന്നില്ലല്ലോ, എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും ഡിസ്ട്രാക്ഷൻസും ആണല്ലോ, ഇതിൽ നിന്നും എന്നാണ് ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുക, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ട് എന്താ കാര്യം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ആരുടെ ലൈഫിലാണെങ്കിലും ഒരു കാര്യം ഇട്ട് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ യൂണിവേഴ്സിന് പ്രധാനമായിട്ടൊരു ലക്ഷ്യമുണ്ടാകും. അത് വെച്ചിട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുകയില്ല. ഈ റിലേഷൻഷിപ്പിന്റെ എനർജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹൈ വൈബ്രേഷനിലേക്കാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിലൂടെ ഒരുപാട് ഹീലിംഗ് വരുന്നുണ്ട്, ഒരുപാട് ആവർത്തിച്ചു വരുന്ന നെഗറ്റീവ്സ് വരുന്നുണ്ട്, ഒരുപാട് ശാപങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ശാപക്കെട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും പുറത്തേക്ക് കടക്കാൻ പറ്റും. അതിനൊരു നിമിത്തമാണ് ഈ റിലേഷൻഷിപ്പ് എന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പിൽ ശത്രുക്കൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് എൻവി ആണ്. വളരെയധികം അസൂയ, അതുപോലെ വാശി, ദേഷ്യം, അല്ലെങ്കിൽ നശിച്ചു കാണണം എന്നുള്ളൊരു ഇന്റൻഷൻ, ആ ഒരു എനർജിയിലുള്ള കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു വിഷം പിടിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫാമിലിയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അകന്ന സുഹൃത്തായിരിക്കാം, ബന്ധുവായിരിക്കാം, ആര് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ ഈ പാസ്റ്റ് ലൈഫിൽ നിന്നും തന്നെ വന്നിട്ടുള്ള ശത്രു ആയിരിക്കാം. ഓക്കെ, അവർ തന്നെ ഈ ഒരു ലൈഫിലും ഉയർന്നു വരുന്നു. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലേഡിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് മനസാക്ഷി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു മനോഭാവം ഇവർക്ക് ഇല്ല. മേ ബി എല്ലാവരും നശിച്ചു കാണണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ദുർമന്ത്രവാദോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയും കൂടി ആയിരിക്കാം. അപ്പോൾ ഈ ഒരു എനർജിയും കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശത്രുക്കൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ അത് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ അവരെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഇവരെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു അകത്തൊരു കണ്ണുണ്ട് അല്ലെ, എല്ലാം ഒരു ഉൾജ്ഞാനമുണ്ട്, മനസ്സിലൂടെ നമുക്ക് സൈലന്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കഴിവ് എല്ലാ വ്യക്തികൾക്കുണ്ട്, എസ്പെഷ്യലി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലവർക്കും ഈ ഒരു ലേഡിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവരെങ്ങനെയുള്ളവരാണെന്നും ഇവരുടെ ഉദ്ദേശം എന്താണെന്നും ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവരുടെ മകനോ മകളെയോ കൊണ്ട് ചിലപ്പോൾ ഈ പേഴ്സണെ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഈ വ്യക്തിക്ക് സാധ്യം ഉണ്ടാകാം. എന്തായാലും ഇവരുടെ ഉദ്ദേശം ശരിയല്ല, കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു. അതുപോലെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സും നല്ല രീതിയിലുണ്ട്. ഓക്കെ, ഇനി ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് എന്താണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സ്പിരിച്വൽ യൂണിയൻ ആണ് കിട്ടിയിട്ടുള്ളത്. നമ്പർ 2 ആണ്, ഗ്രീൻ കളറാണ്.
അപ്പോൾ നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ ഗ്രീൻ കളർ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വളരെ ലക്കായിട്ടുള്ളൊരു എനർജിയാണ് ഗ്രീൻ കളർ, അതാദ്യം മനസ്സിലാക്കുക. അതുപോലെ ഗോൾഡ് കളറും പോസിറ്റീവായിട്ട് കാണിക്കുന്നു. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇൻഫിനിറ്റി സൈൻ ആണ്. നിങ്ങളുടെ 2 പേരുടെയും തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഇൻഡ്യൂഷൻ ആണ്. അതായത് മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉൾജ്ഞാനമാണ്. മനസ്സിൽ നിന്നുമൊക്കെ ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നടക്കാനിരിക്കുന്നത് ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ്. ഇപ്പൊ സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് പെട്ടെന്ന് കൂടിച്ചേരുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മീറ്റപ്പ്, ഡേറ്റിംഗ്, അതൊന്നുമല്ല സ്പിരിച്വൽ യൂണിയൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ മീറ്റ് ചെയ്യുക, നേരിട്ട് കാണുക, ഡേറ്റ് ചെയ്യുക, സംസാരിക്കുക, ഒരു കോഫി കുടിക്കുക, ഒരു ഡിന്നർ കഴിക്കുക, ഇതൊക്കെ മറ്റുള്ളവര് ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് സ്പിരിച്വലി അവേക്കനിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓക്കെ, അവർ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടായിരിക്കാം അവരങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യുന്നുണ്ടാകാം. അതായത് ബാക്കിയുള്ള ആൾക്കാർ അവർ ചീറ്റ് ചെയ്യുന്നുണ്ടാകാം, തോന്നിയ പോലെ നടക്കുന്നുണ്ടാകാം, ദൈവത്തിലോ കർമ്മത്തിലോ ഒന്നും വിശ്വാസമില്ലായിരിക്കാം, പേടിയില്ലായിരിക്കാം, ആങ്സൈറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അതുപോലെ പോകരുത്. നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുമിച്ച് നടക്കാൻ പോകുന്നത് സ്പിരിച്വൽ യൂണിയൻ ആണ്. അതിൽ ആത്മീയപരമായിട്ടുള്ളൊരു ഒത്തുചേരലിനെയാണ് സൂചിപ്പിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ. ഓക്കെ, ഈ പേഴ്സന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നിങ്ങൾ. ഈ പേഴ്സന്റെ ഒരു ഭാഗമാണ്, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ. നിങ്ങളിൽ നിന്നും വരുന്ന എനർജി അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട്. ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ പേഴ്സണിലെ, ചിന്തകളല്ല തിരിച്ചറിവുകളാണ് ഈ പേഴ്സണിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്പിരിച്വൽ യൂണിയൻ ആണ് നിങ്ങൾ 2 പേരെയും കാത്തിരിക്കുന്നത്. അത് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഒത്തുതീർപ്പാക്കാനും ഡേറ്റ് ചെയ്യാനും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കേ വേണ്ട. അത് മറ്റുള്ളവർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കർമ്മം ചെയ്തു പോകുന്നവർ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ടാകും, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകതകൾ ഉണ്ടാകും. ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ 2 പേർക്കും ഇടയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ്. അവിടെ നിങ്ങളുടെ മുജ്ജന്മ പാപങ്ങൾ തീരുന്നതായിരിക്കും, നിങ്ങളുടെ ചക്രാസ് ആക്ടിവേഷൻ നടക്കുന്നതായിരിക്കും, നിങ്ങളുടെ തേർഡ് ഐ ചക്ര നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്നതായിരിക്കും, പാരമ്പര്യപരമായിട്ട് ദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുമാറുന്നതായിരിക്കും, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹീലായി പോകുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കും, അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് 2 പേർക്കും ചെയ്യാൻ പറ്റാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു ജന്മത്തെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി നോക്കാം. 2005 എന്ന് പറയുന്ന ഒരു ഇയർ കിട്ടിയിട്ടുണ്ട്. 2002, 2008, ചിലപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് വർഷമായിരിക്കാം. 2024, 1918 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. പുണർദം നാള് 2020 കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ അപ്പോഴായിരിക്കാം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. മകയിരം നാള്, പൂയം നാള്, തിരുവാതിര നാള്, രേവതി നാള്, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ക്ലൂസ് ആയിട്ട്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് മസ്റ്റായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ബൈ.